അപ്പം ഇന്ന് രാവിലെ ഒരു ഏത്തപ്പഴമായിട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് ജോലി തേടി പോകണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഒരു ഏത്തപ്പഴം കഴിച്ചു കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഒരു ചിക്കൻ പപ്സും ഒരു സോഡ സർബത്തും ആയിട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത്. 1:30 കഴിഞ്ഞു, 1:30 അല്ല 2:30 ആയി കേട്ടോ. അതുകൊണ്ട് തന്നെ വിശപ്പിൻ്റെ വിളി കൊണ്ട് നമ്മൾ വീഡിയോ ഒന്നും എടുക്കാൻ ഞാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ്. പിന്നെ വൈകിട്ട് നമ്മൾ ദാണ്ടെ ചോക്കോ പിസ്തയുടെ കുനാഫ ഡോണറ്റ് കഴിച്ചു കേട്ടോ. സാധാ ഒരു ഡോണറ്റ് കഴിക്കണ ഒരു ഫീലേ ഉള്ളൂ. അത് കുനാഫ ഇല്ലായിരുന്നു കേട്ടോ. 2-3 സേമിയ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അല്ലാതെ കുനാഫയായിട്ടില്ലായിരുന്നു കേട്ടോ. കുനാഫ ചോക്ലേറ്റ് വാങ്ങിച്ച് കഴിക്കാനുള്ള സാമ്പത്തികം നമ്മുടെ കയ്യിലില്ലാത്തത് കൊണ്ട് ഇത് ആ ഒരു ഇതിലായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അങ്ങനെയല്ലായിരുന്നു. ഇതിൻ്റെ ഉള്ളിലും കണ്ടു കുറച്ച് അങ്ങ് ചോക്കോ ചിപ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമില്ലായിരുന്നു. 25 രൂപയ്ക്ക് ലാഭമാണെന്ന് വെച്ചാൽ അറിയില്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് ഏത്തപ്പഴം നന്നായിട്ട് പഴുത്ത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പഴംപൊരി ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. പക്ഷേ പെട്ടെന്നുണ്ടാക്കിയ ഡിസിഷൻ ആയതുകൊണ്ട് മാവ് ഇങ്ങനെ വെച്ചിരിക്കാനൊന്നും പറ്റിയില്ല. വെള്ളം കുറച്ച് കൂടിയും പോയി കേട്ടോ. ഗോതമ്പ് മാവാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ പഴം പൊരിയെന്ന് പറയാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. പഴം ദോശ അങ്ങനെയൊക്കെ പറയാമല്ലേ. പിന്നെ ഈ ഒരു മാങ്ങ, ഇതിന് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഉറുത്തിന്നുന്ന മാങ്ങയെന്ന് പറയും, ഉറിഞ്ചി മാങ്ങ. അത് ഒരെണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു. കടയിൽ പോയപ്പോൾ ഒരെണ്ണം എടുത്തിട്ട് വന്നതാണ് ഇത് കണ്ടിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഐറ്റം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒരു ആകാംക്ഷ കൊണ്ട് പൊട്ടിച്ച് കഴിച്ച് നോക്കിയതാണ്. ഇത് ഹണിയും ബദാമും അതുപോലെ തന്നെ നമ്മുടെ ബെറിയൊക്കെ ചേർന്നിട്ടുള്ള ഒരു ഓട്സ് ആയിരുന്നു കേട്ടോ. കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം നമ്മുടെ ഓവർനൈറ്റ് ഓട്സൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റമാണ് കേട്ടോ. പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് ഞാൻ ചോറും രാവിലെ വെച്ച് ബീട്രൂട്ട് തോരൻ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഇഞ്ചി ചമ്മന്തി. പിന്നെ ഒരു ഉണക്കമീൻ എടുത്ത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നേ. ഇന്ന് പകൽ അങ്ങനെ അരിയാഹാരം അല്ല ചോറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കൊതി കേട്ടോ ചോറ് കഴിക്കാൻ. അപ്പോൾ ചോറൊന്ന് ചൂടാക്കിയും കൂടി കഴിച്ചു കണ്ടോ. അപ്പോഴത്തേക്ക് നേരെ ഇരുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ബീട്രൂട്ട് തോരനും നമ്മുടെ ചമ്മന്തിയും ഉണക്കമീനും ഒക്കെ വെച്ച് അങ്ങോട്ട് കുഴച്ച്, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ വേണം കേട്ടോ ചമ്മന്തിയും തോരനും എടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് ഉരുട്ടിയുണ്ടല്ലോ അങ്ങോട്ട് വായിലേക്ക് വെക്കണം. എൻ്റെ പൊന്ന് സാറേ, അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അത്രയും നേരം ചോറ് കഴിക്കാതിരുന്ന് കഴിച്ചത് കൊണ്ട് കൂടിയിട്ടാണ് കേട്ടോ. പിന്നെ ഈ ഒരു കോമ്പിനേഷനൊക്കെ അടിപൊളിയാണല്ലോ. പിന്നെ രാത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10:30 ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എനിക്കൊരു കട്ടൻ കുടിക്കാൻ തോന്നി കേട്ടോ. അത്രയ്ക്ക് വയ്യായിരുന്നു. പകൽ 2-3 ദിവസമായിട്ട് ഇപ്പോൾ അലച്ചിലല്ലേ. അപ്പോൾ ഇതും കൂടി കഴിച്ചിട്ട് ഞാൻ ഉറങ്ങാൻ പോകട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ. സപ്പോർട്ട് ചെയ്യണേ.